Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്കിന്ന് കൈറ്റ് വെച്ച് അവസാനിക്കുന്ന കുറച്ച് വാക്കുകൾ പഠിക്കാം. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് 10 വാക്കാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. ഈ വാക്കുകളെല്ലാം വെച്ചിട്ട് ഓരോ സെൻറ്റൻസസും കൂടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വാക്കുകൾ ഏതാണെന്ന് നമുക്കൊന്ന് ലിസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്താലോ. ഡി മോഗ്ലിഷ്കൈറ്റ്, ഡി ഷ്വീരിഷ്കൈറ്റ്, ഡി പുങ്ക്ലിഷ്കൈറ്റ്, ഡി ഹോഫ്ലിഷ്കൈറ്റ്, ഡി എയർലിഷ്കൈറ്റ്, ഡി Persönlichkeit, die Geschwindigkeit, die Freundlichkeit, die Müdigkeit, die Fröhlichkeit. ഇപ്പം ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു അഡ്ജക്റ്റീവ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കൈറ്റ് എന്ന് പറഞ്ഞൊരു സഫിക്സ് ചേർക്കുകയാണ്. ഈ കൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വാക്കും ഫെമിനിൻ ആയിരിക്കും. അപ്പം ആലോചിക്കേണ്ട, ആർട്ടിക്കിൾ ചിന്തിച്ച് സമയം കളയണ്ട. കൈറ്റ് ആണെങ്കിൽ ഡി ആണ്, ഡി ആണ് കൈറ്റ് വരുമ്പോൾ. അപ്പോൾ ഫെമിനിൻ ആയിരിക്കും നമുക്ക് എല്ലാ വാക്കുകളും. നമുക്കിതിന് ഇത് ഓരോ വാക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡി ഷ്വീരിഷ്കൈറ്റ്, ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഡി ഷ്വീരിഷ്കൈറ്റ്. ഡി മോഗ്ലിഷ്കൈറ്റ്, പോസിബിലിറ്റി അല്ലെങ്കിൽ സാധ്യത. ഡി മോഗ്ലിഷ്കൈറ്റ്. ഡി പുങ്ക്ലിഷ്കൈറ്റ്, പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ സമയനിഷ്ഠ. Die Pünktlichkeit, die Höflichkeit, മര്യാദ അല്ലെങ്കിൽ പൊളൈറ്റ്നെസ്. Die Höflichkeit, die Ehrlichkeit, honesty അല്ലെങ്കിൽ ആത്മാർത്ഥത. Die Ehrlichkeit, die Persönlichkeit, personality അല്ലെങ്കിൽ വ്യക്തിത്വം. Die Persönlichkeit, die Geschwindigkeit, സ്പീഡ് അല്ലെങ്കിൽ വേഗത. ഡി ഗെഷ്വിൻഡിഷ്കൈറ്റ്. ഡി ഫ്രോയിൻഡ്ലിഷ്കൈറ്റ്, ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ സൗഹൃദം. ഡി ഫ്രോയിൻഡ്ലിഷ്കൈറ്റ്. ഡി മൂഡിഷ്കൈറ്റ്, ടയേർഡ്നെസ് അല്ലെങ്കിൽ ക്ഷീണം. ഡി മൂഡിഷ്കൈറ്റ്. ഫ്രോലിഷ്കൈറ്റ്, ചിയർഫുൾനെസ് അല്ലെങ്കിൽ സന്തോഷം. ഡി ഫ്രോലിഷ്കൈറ്റ്. അപ്പോൾ 10 വാക്ക് എൻ്റെ അർത്ഥം പഠിച്ചല്ലോ. നമുക്കിനി സെൻറ്റൻസസ് കൂടെ നോക്കാം. ഞാനിതൊരു B1 ലെവൽ സെൻറ്റൻസസ് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം എസ് ഗിഫ്റ്റ് viele Möglichkeiten Deutsch zu lernen. മോഗ്ലിഷ്കൈറ്റ് വെച്ചിട്ടാണ്, പക്ഷേ ഇവിടെ viele Möglichkeiten എന്നാണ്, പ്ലൂറലാണ് കേട്ടോ. ഇവിടെ മോഗ്ലിഷ്കൈറ്റൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എസ് ഗിഫ്റ്റ് viele Möglichkeiten Deutsch zu lernen. ജർമ്മൻ പഠിക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. Die Schwierigkeit liegt in der Grammatik. Die Schwierigkeit liegt in der Grammatik. ബുദ്ധിമുട്ട് എവിടെയാണ് കിടക്കുന്നത്? ഗ്രാമറിലാണല്ലേ ജർമ്മൻ പഠിക്കാനായിട്ട്. അപ്പം അടുത്തത് Pünktlichkeit നോക്കാം. Pünktlichkeit ist in Deutschland sehr wichtig. Pünktlichkeit ist in Deutschland sehr wichtig. സമയനിഷ്ഠ ജർമ്മനിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഹോഫ്ലിഷ്കൈറ്റ് നോക്കാം. ഹോഫ്ലിഷ്കൈറ്റ് ഓഫ്നെറ്റ് ഫീല് ടൂറൻ എന്ന് വെച്ചാൽ മര്യാദ ഒരുപാട് ഡോറുകൾ നമുക്ക് വേണ്ടി തുറന്നു തരുമെന്ന്. എയർലിഷ്കൈറ്റ് ഇസ് ഡി ഗ്രൂണ്ട്ലാഗ് ഫോർ ഫെട്രാവൻ. എയർലിഷ്കൈറ്റ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഓണസ്റ്റി അല്ലേ, അല്ലെങ്കിൽ ആത്മാർത്ഥത. ഇസ്റ്റ് ആകുന്നു ഡി ഗ്രൂണ്ട്ലാഗ്. ഗ്രൂണ്ട്ലാഗ് എന്ന് വെച്ചാൽ ബേസിസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. ഫോർ ഫെട്രാവൻ, ഫെട്രാവൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. അപ്പം സത്യസന്ധതയാണ് അല്ലെങ്കിൽ ആത്മാർത്ഥതയാണ് എന്ത് ഫൗണ്ടേഷൻ. സത്യസന്ധതയാണ് ഫൗണ്ടേഷൻ ഫോർ വിശ്വസ്തത അല്ലേ. ഓക്കെ, അപ്പം ഇനി അടുത്തത് ihre Persönlichkeit ist sehr interessant. ihre Persönlichkeit, അവളുടെ പേഴ്സണാലിറ്റി ist ആകുന്നു sehr interessant, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പം her personality is very interesting. Die Geschwindigkeit des Zuges ist beeindruckend. ഇത് ഡെസ് സൂഗസ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഗെനിറ്റീവ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് കേട്ടോ. അപ്പം ഡി ഗെഷ്വൻഡിഷ്കൈറ്റ്, ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇസ് ഇംപ്രസീവ്. ബെഐൻഡ്രുക്കൻറ്റ് എന്ന് വെച്ചാൽ ഇംപ്രസീവ്, ഗെഷ്വൻഡിഷ്കൈറ്റ് എന്ന് വെച്ചാൽ സ്പീഡ്. ഡെസ് സൂഗസ് ഗെനിറ്റീവ് ആയിട്ടുള്ളൊരു യൂസേജ് ആണ്. ഡെസ് സൂഗസ്.
Die Freundlichkeit der Leute überrascht mich. ആൾക്കാരുടെ സൗഹൃദം überrascht mich എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചു അല്ലേ? Die Freundlichkeit der Leute überrascht mich. ആൾക്കാരുടെ സൗഹൃദം എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചു. Nach dem langen Tag spüre ich Müdigkeit. Müdigkeit ആണ്. Müdigkeit എന്ന് വെച്ചാൽ എന്താണ്? ക്ഷീണം. അപ്പം nach dem langen Tag, ദൈർഘ്യമുള്ളൊരു ദിവസം, ഒരു വലിയ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്ന ഒരു ദിവസം കഴിയുമ്പോൾ എന്താണ്? എനിക്ക് ക്ഷീണമാണ്. ഓക്കെ. nach dem langen Tag spüre ich Müdigkeit. Die Fröhlichkeit der Kinder erfüllt das Haus. Die Fröhlichkeit എന്ന് വെച്ചാൽ സന്തോഷം. der Kinder കുട്ടികളുടെ, erfüllt എന്ന് വെച്ചാൽ നിറയ്ക്കുന്നു, das Haus. അപ്പം കുട്ടികളുടെ സന്തോഷം ഈ വീടിനെ നിറയ്ക്കുന്നു. ഓക്കെ. നമ്മൾ അപ്പോൾ ഇന്ന് 10 വേർഡ്സാണ് പഠിച്ചത്. കൈറ്റ് വെച്ച് അവസാനിക്കുന്നത്, എല്ലാം ഫെമിനിൻ ആണെന്ന് പറഞ്ഞു. അപ്പം അഡ്ജക്റ്റീവിൻ്റെ കൂടെ കൈറ്റ് ചേർന്നിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 10 വേർഡ്സ് നമുക്ക് ഒന്നുകൂടെ ഏതാണെന്ന് നോക്കിയാലോ? ഓർമ്മയുണ്ടോ നോക്കണ്ടേ? Die Möglichkeit, die Schwierigkeit, die Pünktlichkeit, die Höflichkeit, die Ehrlichkeit, die Persönlichkeit, die Geschwindigkeit, die Freundlichkeit, die Müdigkeit, die Fröhlichkeit. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും. Tschüss.